ഹായ് നമസ്കാരം. പെണ്ണെടുക്കാനല്ലേ? ഇപ്പം കുറച്ച് മീൻ കിട്ടി. നമുക്ക് ഒന്ന് കാണിക്കാം. ഇത് ചൂടയാണേ. ചിലർക്ക് നത്തോലി എന്ന് പറയുന്നു, ഞങ്ങളുടെ ഇവിടെ ചൂടെന്നാണ് പറയുന്നത്. എന്താ അപ്പം ഇന്നിത് പീര വെക്കാൻ പോവാം. എല്ലാവരും ചെയ്യുന്നതാ, എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇതൊന്ന് പീര വെച്ച് കാണിക്കാം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ട് ഇന്ന് കഴിയുമ്പോഴത്തേക്കിന് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ മീനായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് വരുമ്പോഴത്തേക്കിന് ഇതൊരു 700 ഗ്രാം കാണും, അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇത് പീര വെക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം. അതിന് തേങ്ങ വേണം. 1 മുറി തേങ്ങയാണിത്. ഇതൊരു 10 ചെറിയ ഉള്ളിയുണ്ട്. ഇതൊരു 10 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-8 വെളുത്തുള്ളിയെ, ഇത് ഒരു ചെറിയ പീസ് ഇഞ്ചി, അതും കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുക. അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് എടുക്കണം. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. ഇനിയിപ്പോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടത് കറിവേപ്പിലയാണേ. അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഞാൻ ഈ കറിച്ചട്ടിക്കകത്താണ് മീൻ പീര വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ മിക്സ് ചെയ്തിരിക്കുന്ന തേങ്ങയുടെ എല്ലാം കൂടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചൂടയും കൂടി ഇതിലിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പുളി ചേർക്കണം. ഇതൊരു കുടംപുളിയാണ്, ഒരു 4-5 പീസ് കുടംപുളി ഉണ്ട്. ഇത് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്ന. ഇനി ഇതുകൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം നമുക്ക് ഇത് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ല തിള വന്നതിന് ശേഷം അത് കഴിയുമ്പോഴത്തേന് ചെറിയൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കണം. ഇനിയിപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടെ ചേർക്കണേ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് വേവാനുള്ള വെള്ളം മാത്രം, കുറച്ച് വെള്ളം ഞാനിപ്പം ചേർത്തിട്ടുണ്ട്. അത്രയും വെള്ളം മതി. നമുക്ക് അടുപ്പയിലോട്ട് മാറ്റാം. ഇനി ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ചെറിയ തീയിലാക്കിയിട്ട് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ മീനിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പം ഈ തീ ഒന്ന് സിമ്മിലോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വലിയ തവി ഇട്ടൊന്നും ഇട്ട് ഇളക്കരുത്, ചെറുതായിട്ടേ കൊടുക്കാവുള്ളൂ. വലിയ തവിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകുന്നു. ചെറിയ രീതിക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ മീൻ ഇപ്പോൾ എങ്ങനെയായെന്നൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. അപ്പം റെഡി ആയിട്ടുണ്ട്. ശകലം വെള്ളം അടിയിലുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് തുറന്ന് വെച്ച് വെക്കാം. അപ്പം ഈ വെള്ളം ഒന്ന് വറ്റിക്കിട്ടും. ശകലം വെള്ളം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മീനിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ചൂട പീര വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്നാലും ആരെങ്കിലുമൊക്കെ അറിയാൻ വയ്യാത്തവരുണ്ടാവില്ല. അപ്പം അവരിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.